ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകുന്നതിനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 22 കോടി രൂപ മുടക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 18 സംസ്ഥാനങ്ങളിലെ നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചപ്പോൾ അതിൽ വടകരയും ഉൾപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് അകവും പുറവും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. 8582 സ്ക്വയർ മീറ്ററാണ് പാർക്കിംഗ് ഏരിയ. 710 മീറ്റർ നീളത്തിൽ 3 പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായ മേൽക്കൂരയോടെ സജ്ജമാക്കി. വടകരയിൽ 24 കോച്ചുകളുള്ള വണ്ടികൾക്ക് ഇനി ബർത്ത് ചെയ്യാനാവും. കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, റെയിൽവേ സൗകര്യങ്ങളുടെ ഡിസ്പ്ലേ ബോർഡുകൾ, AC നോൺ AC വെയിറ്റിംഗ് റൂമുകൾ, ഇരിപ്പിടങ്ങൾ, കുടിവെള്ളം, പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വൈദ്യുത വിളക്കുകൾ, ഫാനുകൾ, CCTV ക്യാമറകൾ, ഫുട് ഓവർ ബ്രിഡ്ജുകൾ, എസ്കലേറ്ററുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഷന്റെ മുൻവശം ഏറെ ആകർഷകമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ കുളം നവീകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കി. विद्युत नवीन एवं नवीकरणीय ऊर्जा, इसके साथ ही राजस्थान सरकार की विभिन्न परियोजनाओं का रिमोट का बटन दबाकर उद्घाटन, शिलान्यास और लोकार्पण। അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകാനുള്ള പണിപ്പുരയിലാണ് കേന്ദ്ര സർക്കാരെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 1000 സ്റ്റേഷനുകൾ എന്തിനു വേണ്ടിയായി? 2047 നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്നത് ഒരു വികസിത ഭാരതമാണ്. 75 വർഷ കാലഘട്ടം നമ്മുടെ പൂർവികര്, ഭരണാധികാരികള്, ജനപ്രതിനിധികള് എല്ലാം ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. 25 വർഷം ഇനി കഴിയുമ്പോൾ അന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മക്കള് പ്രായപൂർത്തിയായിരിക്കും. അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലാണ് ഒരു വികസിത ഭാരതം വരുന്നത്. PT ഉഷ MP, ഷാഫി പറമ്പിൽ MP, KK രമ MLA, പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി, PK കൃഷ്ണദാസ്, വാർഡ് കൗൺസിലർ പ്രേമകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ നടന്ന ഉദ്ഘാടന പരിപാടി കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. ജനം, കോഴിക്കോട്.